നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 462. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 462. ഇന്ന് 214 സർഗം തുടങ്ങണം. ഇതിൻ്റെ ഹെഡിങ് മത്സ്യാവതാരം. അപ്പോൾ ഇന്നലെ 213 സർഗം ബലിയുടെ സുതലഗമനം, ഉപേന്ദ്രാഭിഷേകം, ഉപേന്ദ്രൻ്റെ അഭിഷേകം ഇത്യാദി കാര്യങ്ങൾ 34 ശ്ലോകങ്ങളെ കൊണ്ടാണ് തീർന്നത്. അപ്പോൾ ഇന്നലെ 34ാമത്തെ ശ്ലോകം പറഞ്ഞ് നിർത്തി. ശ്രാദ്ധം, പിറന്നാളുകൾ, വിഷ്ണുപൂജ, മികച്ച യജ്ഞത്തിലും ഈ ചരിത്രം കീർത്തിക്കൽ എല്ലാം വിശുദ്ധമായി തീർന്ന് അങ്ങ് ഒക്കെ ഉണ്ടാം ഭഗവൽ കടാക്ഷം. ഇത് നമ്മൾ മുഖവലിക്ക് എടുക്കണം. എന്നിട്ട് കുട്ടികളുടെ പിറന്നാൾ ദിവസം, നമ്മുടെ പിറന്നാൾ ദിവസം, നമ്മുടെ അഭിവന്ദ്യരായവരുടെ ശ്രാദ്ധ ദിവസം, വിവാഹ ദിവസം ഒക്കെ ഇതേപോലെയുള്ള ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് ഉപദേശങ്ങൾ ഒക്കെ വായിച്ച് സ്വയം അർത്ഥം മനസ്സിലാക്കി ജീവിക്കാൻ പ്രതിജ്ഞാബദ്ധരാവണം. കാശ് ലാഭമാണ്, സമയം ലാഭമാണ്, ആരോഗ്യം, കീർത്തി ഒക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് മത്സ്യാവതാരം എന്താ നോക്കാം. ആദ്യത്തെ ശ്ലോകം. ഭഗവൻ കേൾക്കുവാൻ ഞങ്ങൾ ആശിപ്പൂ, കമലാവരൻ ആദ്യമായാർന്നോരാശ്ചര്യം ആയത് ആശ്ചര്യമായ മത്സ്യചരിത്രവും. ഭഗവൻ, ഹേ ഭഗവാനെ, കേൾക്കുവാൻ ഞങ്ങളാശിപ്പൂ കമലാവരൻ. കമലാവരൻ, കമല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാലക്ഷ്മി എന്നർത്ഥം വരണം. കമല, അപ്പം വിഷ്ണു എന്നർത്ഥമായി. കമലാവരൻ ആദ്യമായി ആശ്ചര്യമായ മത്സ്യചരിത്രവും. മത്സ്യാവതാരമാണ് ആദ്യത്തെ എന്നാണ് പറഞ്ഞത്. അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. കൈകൊണ്ടതെന്തിനാം, മത്സ്യാവതാരം കൈകൊണ്ടതെന്തിനാം, മത്സ്യരൂപം ലോകവിനിന്ദിതം. ലോകവിനിന്ദിതം എന്ന് പറഞ്ഞാൽ എന്താ? ലോകര് പൊതുവേ നിന്ദിക്കുന്ന ഒരു സാധനമാണ് മത്സ്യം. അങ്ങനെ എന്തിനാണ് അങ്ങനെ ചെയ്തത്? വിനിന്ദിതം. തം അസ്വഭാവം, തം അശ്വഭാവം. അസ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വഭാവമല്ലായ്മ. വിശേഷൻ കർമ്മഗ്രസ്തൻ്റെ മാതിരി, കർമ്മഗ്രസ്തൻ്റെ മാതിരി, കർമ്മം ചെയ്യുവാനുള്ള തിരക്കോട് കൂടിയവനെ പോലെ. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തരുന്നത് ഈശ്വരനല്ലോ. അപ്പോൾ ഈശ്വരനെ ആരാധിക്കലായിരിക്കണം നമ്മുടെ കർമ്മം. ആത്മസ്വരൂപം മൂടിയിടും അജ്ഞാനം നീക്കും ആ വിധം. വളരെ എടുത്താൽ പൊന്താത്ത ശ്ലോകങ്ങളാണ്. ആത്മസ്വരൂപം മൂടിയിടും അല്ലേ? ആത്മാവിനെ പറ്റിയിട്ടല്ല ഇവിടെ പറഞ്ഞത്. ഭഗവാൻ എടുത്തൊരു വസ്തുവിൻ്റെ രൂപത്തിനെയാണ്. അപ്പോൾ ആത്മസ്വരൂപം മൂടിയിടും അജ്ഞാനം നീക്കും. മൂടിയിടും അജ്ഞാനം നീക്കുമാവിധം, അജ്ഞാനം നീക്കുമാവിധം. ഭഗവത് ചരിതം വീണ്ടും വിസ്തരിച്ചിടണം വിഭോ. എന്തിനാണ് ഭഗവാന്റെ ചരിത്രങ്ങൾ വിസ്തരിക്കണത്? അജ്ഞാനം മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും എത്ര സപ്താഹങ്ങൾ പങ്കെടുത്തു, കഥകൾ കേട്ടു, നമ്മൾക്ക് അജ്ഞാനം എത്ര നീങ്ങിയിട്ടുണ്ട്, ജ്ഞാനലബ്ധിയുടെ ശതമാനം എന്താണ്, മുമുക്ഷത്വം നമ്മുടെ അജണ്ടയായിട്ട് മാറിയിട്ടുണ്ടോ? ഇതിനൊക്കെ ഉത്തരം പറയണം. ഒരു സപ്താഹം കഴിഞ്ഞാൽ ഉടനെ അത് കേട്ടവർക്ക് ശ്രീമദ് ഭാഗവതം വാങ്ങി സ്വാധ്യായം ചെയ്യാനുള്ളൊരു ത്വരിത ഉണ്ടാക്കി കൊടുക്കലാണ് ആചാര്യൻ്റെ കടമ. പ്രഭാഷണത്തിൻ്റെ നേരേഖ അതായിരിക്കണം, നാരായ വേർ അതായിരിക്കണം.
വിഷ്ണുരാധൻ അപേക്ഷിക്കേ, അതായത് ഇവിടെ വിഷ്ണുരാധൻ എന്നാരാ? വിഷ്ണുവാൽ സംരക്ഷിക്കപ്പെട്ടവൻ അർത്ഥം പറയണം. അപ്പോൾ പരീക്ഷത്ത് എന്നർത്ഥമായി. അപ്പോൾ പരീക്ഷിത്ത് അപേക്ഷിക്കെ ഓദിനാൻ ബാദരായണി. ശുഖബ്രഹ്മർഷി പറഞ്ഞു, മത്സ്യാവതാര ചരിതം സർവപാപവിനാശനം. അപ്പോൾ ഇതിൻ്റെ മുമ്പേ കഴിഞ്ഞിട്ടുള്ള വാമനാവതാരം പിറന്നാൾ ദിവസം, ശ്രാദ്ധ ദിവസം, വിവാഹ ദിവസം ഒക്കെ വേണമെന്ന് പറഞ്ഞു. അതിനെ പോലെ തന്നെയാണ് മത്സ്യാവതാരം. അതുകൊണ്ടാണ് മത്സ്യാവതാര ചരിതം സർവപാപവിനാശനം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളെ ഇല്ലായ്മ ചെയ്യും. ഗോ വിപ്രവേദ ധർമാദി ലോകത്തിൽ നിലനിർത്തുവാൻ. എന്തിനാണ് അവതാരങ്ങൾ? അതിന് ഉത്തരമാണ് പറഞ്ഞത്. പശുക്കൾ, ബ്രാഹ്മണർ, വേദങ്ങൾ, ധർമാദികൾ ലോകത്തിൽ നിലനിർത്തുവാൻ. ഗോവിപ്രവേദ ധർമാദി ലോകത്തിൽ നിലനിർത്തുവാൻ കൈക്കൊള്ളും ഈശ്വരൻ കാലോചിതമാം പല ദേഹവും. കാലത്തിന് ഉചിതമായ പല പല ദേഹങ്ങളും മായയാൽ എടുത്തിട്ടാണ് ഭഗവാൻ ലീലയ വിനോദമാടുന്നത്. ഭഗവാന് ലീലയാണ്. ഗോ വിപ്രദേവധർമാതി ലോകത്തിൽ നിലനിർത്തുവാൻ കൈകൊള്ളും ഈശ്വരൻ കാലോചിതമാം പലദേഹം. അപ്പോൾ നാം ഭഗവാന്റെ അവതാരങ്ങളെ നിഷ്കർഷാപൂർവം മനസ്സിലാക്കി അതിൻ്റെ പ്രായോഗിക വശം മനസ്സിലാക്കി ജീവിച്ചിട്ടില്ലെങ്കിൽ, ഇവിടെ എനിക്കൊരു പുതിയ ആശയം തന്നിട്ടുണ്ട് വിഷ്ണു പുരാണം. നഗ്നന്മാര് എന്നൊരു പദപ്രയോഗം വിഷ്ണു പുരാണത്തിലുണ്ട്. ആരാണ് നഗ്നൻ? നമ്മളെന്താ അർത്ഥം മനസ്സിലാക്കുക? ശരീരത്തിൽ വസ്ത്രമില്ലാത്തവൻ നഗ്നൻ. അതിൻ്റെ വാക്കാർത്ഥം, അതിൻ്റെ ലക്ഷണാർത്ഥം പറയുന്നുണ്ട്. ഭാഗവതം, പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ ലക്ഷണാർത്ഥത്തിലാണ്, വാക്കാർത്ഥത്തിലല്ല. അപ്പം അത് ഏതൊരുവനാണ് സ്വധർമ്മമായ ഈശ്വരാരാധന ചെയ്യാത്തത് അവനാണ് നഗ്നനാണ്. എടുത്താൽ പൊന്താത്തൊരാശയമാണത്. അതേമാതിരി ബ്രാഹ്മണനാണെങ്കിൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, ഈ 3 വേദങ്ങൾ പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും യാഗയജ്ഞാദികൾ ചെയ്യണില്ലെങ്കിൽ ആ ബ്രാഹ്മണനെ നഗ്നബ്രാഹ്മണൻ എന്ന് പറയും. അത് തന്നെയാണ് പാരാമീറ്റർ ക്ഷത്രിയന്, അതന്നെ വൈശ്യന്, അതന്നെ ശൂദ്രന്. അപ്പം നഗ്നൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരോപാസന ചെയ്യാത്തവൻ പ്ലസ് വേദാധികാരം ഉണ്ടായിട്ടും വേദങ്ങളെ പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള സ്വാധ്യായ മഹിമ ഇല്ലാത്തവൻ. ഞാനത് വായിച്ച് കുറച്ച് നേരം ഞാൻ മിണ്ടാണ്ടിരുന്നു. എന്താ പറയുക? ഇതൊക്കെ വായിച്ചിട്ടില്ലെങ്കിലത്തെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ ഇവിടെ ഞാനത് പറയാൻ എന്താ പറഞ്ഞത്? നിലനിർത്തുവാൻ ഗോവിപ്ര വേദധർമാദി ലോകത്തിൽ നിലനിർത്തുവാൻ കൈകൊള്ളും ഈശ്വരൻ കാലോചിതമാം പലദേഹവും. നിരാകാരനാണ് അദ്ദേഹം, നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഉച്ചനീചങ്ങളിൽ ചെന്നും വായു പോലവതൻ ഗുണം ഏൽക്കാ ജീവൻ ബുദ്ധി ഗുണം പോലെ നിർഗുണനാകയാൽ. ഞാൻ അവിടെ ഒരു പദം ഉപയോഗിച്ചു, നിരാകാരൻ എന്ന് ഉപയോഗിച്ചു. അത് ഞാൻ ഉപയോഗിച്ചത് എന്നിലുള്ള ചൈതന്യം എന്നെ പ്രഷർ ചെയ്തു. കാരണം എന്താ? ഈ ശ്ലോകത്തിൽ അവസാനം എന്താ പറയുന്നത്? നിർഗുണനാകയാൽ. ഭഗവാൻ നിർഗുണനാണെന്ന് എൻ്റെ വാക്കിനെ അല്ലെങ്കിൽ ഞാൻ പഠിച്ചതിനെ ഭഗവാൻ സെക്കൻഡ് ചെയ്യാണ്. പ്രശ്നമുണ്ടോ? ഉച്ചനീചങ്ങളിൽ ചെന്നും ഞാൻ മേലെ, താൻ താഴെ, അതാണ് ഉച്ചനീചത്വങ്ങൾ. അത് പാടില്ല. ഉച്ചനീചങ്ങളിൽ ചെന്നും വായു പോലവതൻ ഗുണം, വായുവിനെ പോലെ അവ ഗുണം ഏൽക്കാ ജീവൻ ഗുണം സ്വീകരിക്കണില്ല. ബുദ്ധി ഗുണം പോലെ നിർഗുണനാകയാൽ. അതായത് പ്രകൃതിയുടെ ഗുണങ്ങളായിരിക്കുന്ന സാത്വിക, രാജസ, താമസ ഗുണങ്ങൾ അല്ല ഈശ്വരൻ്റേത്. ഈശ്വരനാരാ? നിർഗുണനാണ്, ഗുണാതീതനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഉച്ചനീചങ്ങളിൽ ചെന്നും വായപോ. അതായത് ഭഗവാൻ ഏത്
നികൃഷ്ട രൂപം ധരിച്ചാലും ഭഗവാന് അതിൻ്റെ ഗന്ധമില്ല എന്നർത്ഥം, മണയേൽക്കില്ല. മത്സ്യാവതാരം ചെയ്ത ആളാണല്ലോ ഈ വിഷ്ണുവിനെ, പിന്നെ മത്സ്യം മണക്കുന്നുണ്ടല്ലോ എന്ന് ആരും പറഞ്ഞിട്ടില്ല, ഇതേവരെ പറയൂല. അതേമാതിരി ആമയായിട്ടും സൂകരമൂർത്തിയായിട്ടും നരഹരിയായിട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഭഗവാൻ. ഇതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിത്യാനന്ദ സ്വരൂപങ്ങൾ, ഭഗവാൻ ആരാ? നിത്യാനന്ദ സ്വരൂപനാണ്, നിത്യം ആനന്ദം സ്വരൂപമായിട്ടുള്ളവനാണ്. ആ നിത്യാനന്ദ സ്വരൂപൻ നമ്മുടെ ഹൃദയഗഹ്വരത്തിൽ ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണത്തിൽ ഇരിക്കുമ്പോൾ ഒരു ജീവൻ ഒരിക്കലും ദുഃഖിതനാവാൻ പാടില്ല. കാരണം ഇതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ അനുഭവിക്കണം. ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ അനുഭവിക്കണം. പക്ഷെ നമ്മുടെ ഉള്ളിൽ കാലാകാലം ഇരുന്നിട്ടും നമ്മൾ തിരയാണ്. നമ്മൾ ഗഗനയോട് ചോദിക്കാം, ഞാൻ ഏത് ക്ഷേത്രത്തിൽ പോയി എന്ത് വഴിപാട് ചെയ്താലാണ് ഞാൻ നേരെ ആവുക? അത് അസ്ഥാനത്തുള്ളൊരു ചോദ്യമാണ്. കാരണം എന്താ? നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയഗഹ്വരത്തിലാണ് ഭഗവാൻ ചൈതന്യവത്തായിട്ട് ഇരിക്കുന്നത്. അതിനിത് പഠിക്കണം, ഇത് വായിക്കണം. സ്വാധ്യായ പ്രബോധിതാം, സ്വാധ്യായങ്ങളെ കൊണ്ട് പ്രജ്ഞാനം ബോധത്തിലേക്ക് വരണം. അപ്പം നിത്യാനന്ദ സ്വരൂപങ്ങൾ വികാരം സംഭവിച്ചിടാ. ഞാൻ ഗുണ്ടടിക്കുക എന്നാവും ആൾക്കാർ വിചാരിക്കുക. വികാരം കൊള്ളരുത്, വിചാരം കൊള്ളണം, ഗോ ടു ഹെൽ പട്ടാപ്പി എന്ന് പറയാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ എന്നെ കാണില്ലല്ലോ അവർക്ക് പറയാൻ പറ്റില്ലല്ലോ എൻ്റെ നേരെ. ഞാൻ ഈ പ്രമാണം പഠിച്ചിട്ടാണ് പറഞ്ഞത്. എന്താണ്? അപ്പോൾ വികാരം സംഭവിച്ചിടാ. അപ്പോൾ നമ്മൾ വിഗ്രഹത്തിൻ്റെ മുമ്പ് പോയിട്ട് വികാരം ക്ഷോഭിച്ചിട്ട് യാതൊരു കാര്യമില്ല. ആർദ്രതയാവാം. അതിന് സാക്ഷി ആരാ? ഞാൻ വികാരം കൊള്ളണോ വിചാരം കൊള്ളണോ? നിങ്ങൾ വിചാരം കൊള്ളണോ വികാരം കൊള്ളണോ? ഇതിന് സാക്ഷി ആരാ? സമയം, അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ, കാറ്റ്, സൂര്യൻ, ചന്ദ്രൻ, പിന്നെ വായു, ത്രിസന്ധികൾ, ദിനരാത്രങ്ങൾ, പിന്നെ പക്ഷിലാതാദികൾ, ഇവരൊക്കെ സാക്ഷികളാണ്. ഞാനും നിങ്ങൾ എന്ത് ചെയ്യണു? നമ്മൾ വികാരം കൊണ്ടോ വിചാരം കൊണ്ടോ? പ്ലീസ് കം ടു ദി പോയിന്റ്. ഹരിദാസ്, ബി കോഷ്യസ്. അതാണ് പറഞ്ഞത്. അപ്പോൾ നിത്യാനന്ദ സ്വരൂപങ്ങൾ വികാരം സംഭവിച്ചിടാം, കൃപയാൽ മാത്രം ഈ വണ്ണം ദേഹം കൈക്കൊള്ളുകയാം വിഭൂ. ഭഗവാൻ നമ്മളോടുള്ള കൃപ കൊണ്ട് മാത്രമാണ് ഇതേപോലെയുള്ള ദേഹങ്ങളെ സ്വരൂപിച്ച ധർമ്മത്തെ പരിപാലിക്കണത്. ആർക്ക് വേണ്ടി? ഭഗവാന് വേണ്ടിയിട്ടാണോ? അല്ല, നമ്മൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾക്ക് വെളിച്ചാവണില്ല, നമുക്ക് നേരം വെളിച്ചാവണില്ല, നമുക്ക് ബുദ്ധി ഉറക്കണില്ല. കഴിഞ്ഞ നൈമിത്തികമാം പ്രളയത്തിൽ മഹാത്ഭുതം ഭൂമ്യാദിയാം സകലവും സമുദ്രത്തിങ്കൽ മുങ്ങവേ. ഈ മത്സ്യാവതാരം എപ്പോൾ ഉണ്ടായതാ പറഞ്ഞത്? കഴിഞ്ഞ നൈമിത്തികമാം പ്രളയത്തിൽ മഹാത്ഭുതം ഭൂമ്യാദിയാം സകലവും സമുദ്രത്തിങ്കൽ മുങ്ങവേ. രാവായി ഉറക്കം വന്നിടും അജന്റെ മുഖനിർഗതം. രാത്രി അനുഭവിക്കുന്ന അജൻ, രാവായി ഉറക്കം വന്നിടും അജന്റെ മുഖനിർഗതം. വേദനാലും ഹതഗ്രീവൻ ബലിഷ്ഠൻ വന്നുകൊണ്ടുപോയി. അതായത് ബ്രഹ്മാവിൻ്റെ മുഖത്താണ് എന്ത് വേദങ്ങളിരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവ് നിദ്രയിലാണ്. ആ സമയത്ത് ബലിഷ്ഠനായിട്ടുള്ള ഹയഗ്രീവൻ എന്നുള്ള രാക്ഷസൻ ഈ വേദങ്ങളെ അപഗ്രഹിച്ചു കൊണ്ടുപോയി, കട്ടുകൊണ്ടുപോയി. ബലിഷ്ഠൻ വന്നുകൊണ്ടുപോയി. ദൈത്യന്റെ ദുഷ്ടതയറിഞ്ഞുടൻ കാരുണ്യവാരതേ മത്സ്യാകാരം സമുചിതം കൈകൊണ്ടാണ് അഖിലേശ്വരൻ. അവിടെ ദേവന്മാരൊന്നും പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എവിടെയാണ് അന്യായം നടക്കണതെന്ന് അറ്റൻറ്റീവായിട്ട് ഭഗവാൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു
പിന്നെ അപാകത വന്നു എന്ന് മനസ്സിലായപ്പോൾ ഉടനെ തന്നെ ദൈത്യൻ്റെ ദുഷ്ടത അറിഞ്ഞുടൻ കാരുണ്യവാരിധി മത്സ്യാകാരം സമുചിതം കൈക്കൊണ്ടാൻ അഖിലേശ്വരൻ. 11ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. വിഷ്ണുഭക്തൻ ഒരാൾ സത്യവ്രതാഖ്യൻ ദ്രാവിഡേശ്വരൻ. ദ്രാവിഡ ദേശത്തിൽ ഒരു രാജാവ് സത്യവ്രതൻ എന്ന പേരോട് കൂടിയിരിക്കുന്നവൻ വിഷ്ണുഭക്തനാണ്. അയാള് തപസ് ചെയ്താൻ അക്കാലം വെള്ളം മാത്രം കുടിപ്പവൻ. ജലപാനം മാത്രം ചെയ്ത് തപസ് ചെയ്ത് ഈശ്വരാരാധന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പേര് സത്യവ്രതൻ എന്നായിരുന്നു. വൈവസ്വതൻ ശ്രാദ്ധദേവൻ എന്നു പേർ കൊണ്ടൊരാ മഹൻ. വൈവസ്വതമന്വന്തരത്തില് ശ്രാദ്ധദേവൻ എന്നു പേർ കൊണ്ടൊരാ മഹാൻ ഭഗവത് കൃപയാൽ ഇന്ന് മനുവായി വാഴുകയാം നൃപാം. അന്ന് ആ സത്യവ്രതൻ്റെ മര്യാദാമസൃണമായിട്ടുള്ള ഭക്തിവിശേഷത്തിൽ മനസ്സ് തുറന്ന് അനുഗ്രഹിക്കുക കാരണം ആ സത്യവ്രതൻ ആരായിത്തീർന്നു? വൈവസ്വത മന്വന്തരത്തിൽ ശ്രാദ്ധദേവനെന്നു പേർ കൊണ്ടൊരാ മഹാൻ ഭഗവത് കൃപയാൽ ഇന്ന് മനുവായി വാഴുകയാം നൃപാ. മനു ആണ്, ആ മനുവായി അദ്ദേഹം മന്വന്തരാധിപനായി. കൃതമാലയിൽ, അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ കൃതമാലയിൽ അദ്ദേഹം ഒരു നാളതിരാവിലെ നന്നായി കൃതമാല എന്നുള്ളത് നദിയാണ് കേട്ടോ, ഞാൻ വായിച്ചതിൽ അർത്ഥം പറഞ്ഞതിൽ തെറ്റി. കൃതമാലയിൽ അദ്ദേഹം ഒരു നാളതിരാവിലെ നന്നായി ഇരുട്ടു നീങ്ങിയില്ല കുളിച്ചൂക്കു കഴിക്കവേ പരപരാന്ന് കൊളുത്തിട്ടില്ല. നദിയിലിറങ്ങണേനൊക്കെ ചില ശാസ്ത്രങ്ങളുണ്ട്. ആദ്യം ഉപസ്പർശിച്ച് ജലം മുഖത്തും തലയിലും തളിക്കണം എന്നാ, കൈകൊണ്ട്. അതായത് ഞാൻ ഗംഗേ മാതാവേ ഇറങ്ങണു, എൻ്റെ പാദം ഗംഗയിലേക്ക് വരുന്നുണ്ട് അല്ലേ, ഗംഗേനെ അശുദ്ധാക്കുകയാണോ? അല്ല, ഞാൻ വിഷ്ണുപ്രിയനാണ്. അപ്പോൾ പാപികളുടെ പാപം കഴുകി കളഞ്ഞിട്ടുള്ള ജലത്തിൽ ഞാൻ എൻ്റെ കാല് വയ്ക്കുമ്പോൾ ആ പാപങ്ങളൊക്കെ തുടച്ചു മാറ്റപ്പെടുന്ന വേറൊരു ശ്രുതി പറയണം. പിന്നെ മുട്ടിനൊപ്പം ഈ വെള്ളത്തിൽ നിന്നിട്ട് കൈകൊണ്ട് വെള്ളത്തിനെ പൊട്ടിക്കാന്നൊരു ഒരു ശബ്ദം ഉണ്ടാകും. അതൊക്കെ പഴയ ആൾക്കാർക്ക് അറിയുള്ളൂ. അങ്ങനെ പൊട്ടിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ബാഡ് എലിമെൻറ്റ്സ് ആ വെള്ളത്തിലുണ്ടെങ്കിൽ അതൊക്കെ ദൂരെ പോകണമെന്നാണ്. അപ്പം നാരായണ നാരായണ എന്ന് ജപിച്ചും കൊണ്ടാണ് അങ്ങനെയാണ് കുളിക്കുക. ആ കുളിച്ച് അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിന്ന് ആദ്യം ഒരു 3 ഉരു കൈക്കുമ്പിളിൽ വെള്ളം എടുത്ത് പൊന്തിച്ച് സൂര്യനാരായണമൂർത്തേ, അല്ലെങ്കിൽ ബ്രാഹ്മണരാണെങ്കിൽ ഗായത്രി ജപിച്ച് അർഘ്യം വിടും. അതിൽ ജലാശയത്തിലെ വെള്ളം തന്നെ എടുത്ത് ജലാശയത്തിലേക്ക് തന്നെ വിടുക. പക്ഷെ അതിൽ ഭാവന ഭയങ്കരമാണ്. ബ്രാഹ്മണർ ചെയ്യുന്ന ആ ഊത്ത് ഓം ഭൂർഭുവസ്വഃ തസ്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ, ആ ഇലയിൽ പുത്രത്തക്ക വിധത്തിലെന്ന് പരിഹസിച്ച തുഞ്ചത്തെഴുത്തച്ഛന് നമസ്കാരമുണ്ട്. ഭാഷാപണ്ഡിതനായിട്ടുള്ള അദ്ദേഹം വളരെ പറഞ്ഞു, വെള്ളം എപ്പോഴേ വിടാൻ പാടുള്ളൂ കയ്യിൽ നിന്ന്. ആ ഗായത്രി മന്ത്രം പറഞ്ഞ് അവസാനിപ്പിക്കണം, എന്നിട്ട് ആദ്യം വെള്ളം കോരുക, ജപിക്കുക, വിടുക. അതൊക്കെ തന്നെ സൂര്യമണ്ഡലത്തിൽ മന്ദേഹന്മാർ എന്ന് പറയുന്ന അസുരപ്രമാണിമാർ ഈ ഉദിച്ചു വരുന്ന സൂര്യനെ ഭക്ഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ബ്രാഹ്മണര് ഈ ഊക്ക് കഴിക്കുമ്പോൾ ഭക്തിനിർഭരമായ രീതിയിൽ നിഷ്കാമനായി ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഈ അർഘ്യം തർപ്പിക്കുമ്പോൾ അതിൽ ഓരോ തുള്ളി വെള്ളവും ബ്രഹ്മാസ്ത്രങ്ങളായിട്ട് മന്ദേഹന്മാർ എന്നറിയപ്പെടുന്ന അസുരന്മാരെ വധിക്കാം. ഇതാണ് ശാസ്ത്രം. അപ്പോൾ അവരുണ്ടാവും, അവർ മരിക്കും, അവരുണ്ടാവും, അവരും മരിക്കും.
ഇപ്പം അടുത്ത UAE വലിയൊരു പ്രളയം ഉണ്ടായി. എന്താ തന്നെ കാരണം? 1.5 വർഷം പെയ്യാവുന്ന മഴയാണ് ഒരു ദിവസം കൊണ്ട് പെയ്തത്. അതിന് കാരണം പറഞ്ഞത് പ്രകൃതി ക്ഷോഭിക്കാൻ കാരണം, ഞാൻ മനസ്സിലാക്കിയത് വാട്സപ്പിൽ കേട്ടത്, കൃത്രിമ മഴ പെയ്യിക്കാൻ ശ്രമിച്ചു എന്നാണ്. അപ്പോൾ ഈ കൃത്രിമ മഴ പെയ്യുമ്പോൾ അതിൻ്റെ ആഘാതം, പ്രകൃതിക്ക് എതിരായിട്ട് നമ്മൾക്ക് നീന്താൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ ശാസ്ത്രജ്ഞന്മാരാണ്, ആനയാണ്, ചേനയാണ്, പൂനയാണ്, ഒരു ചുക്കുമില്ല. എന്നപ്പോൾ നിങ്ങൾ ചോദിക്കും ചന്ദ്രയാനില്ല. അതൊക്കെ ശരി, നല്ല കാര്യങ്ങൾക്കൊക്കെ ശരി. പക്ഷേ പ്രകൃതിയെ ചോദ്യം ചെയ്യാൻ നമ്മൾ വളർന്നിട്ടില്ല. പ്രകൃതിയുടെ ഒഴുക്കിനനുസരിച്ച് നമുക്ക് നീന്താം, അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ കൃതമാല നദിയിൽ ഇറങ്ങി ഒരു നാൾ അതിരാവിലെ പരപരാന്ന് വിളിക്കുന്നതിന് മുമ്പേ കുളിച്ച് ഊക്ക് കഴിക്കവേ എന്തുണ്ടായി? കയ്യിൽ കോരിയ വെള്ളത്തിൽ ഒരു മീൻ കുഞ്ഞു പെട്ടുപോയി. കൃതമാല നദിയിലത്തെ വെള്ളം കോരിയപ്പോൾ കയ്യിൽ ചെറിയൊരു മത്സ്യം പെട്ടു. എൻ്റെ പൊന്നെ, വേദവ്യാസരുടെ തൂലികേനെ നമുക്ക് നമസ്കരിക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പം നിങ്ങൾക്കറിയില്ല, ഞാൻ കുരുവമ്പലത്തെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടൊന്നും അല്ലത് പറഞ്ഞത്. ഞാൻ കൃതമാല നദിയിൽ ഈ വൈവസ്വതമനു ആയി തീർന്നിട്ടുള്ള സത്യവ്രതൻ എന്നുള്ള മുനിയുടെ പിന്നിൽ ഞാൻ നിൽക്കേണ്ടതാണ് എൻ്റെ സങ്കല്പം. അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ദൃക്സാക്ഷിയാണത്. അത്രയ്ക്ക് ഞാൻ ഇതിൽ ഇൻവോൾവ്ഡാണ്. അതാണ് നമുക്കുള്ള ലാഭം, അല്ലാണ്ട് മോണിറ്ററി ബെനിഫിറ്റ് അല്ല. കഥാതന്തുവിൽ കൂടെ സഞ്ചരിക്കുക. അപ്പോൾ കുളിച്ച ഊക്കു കഴിക്കവേ കയ്യിൽ കോരിയ വെള്ളത്തിൽ ഒരു മീൻ കുഞ്ഞു പെട്ടുപോയി. ഉടൻ നദീജലത്തിങ്കൽ വെള്ളത്തോടെ മഹീശ്വരൻ, രാജാവാണ് അദ്ദേഹം, ബ്രാഹ്മണൻ്റെ പര്യായമാണ്. മഹി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥം. ഭൂമിയിലെ ഈശ്വരന്മാരാണ് ബ്രാഹ്മണർ. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. മഹീശ്വരൻ കൃപയാൽ ഉൾത്തിങ്ങിയതിനെ കുനിഞ്ഞങ്ങിനെ വയ്ക്കവേ ആശ്ചര്യമോദിനാൾ കൊച്ചു മത്സ്യം ലളിത ഭാഷയിൽ. വലിയ കാവ്യഭംഗിയൊന്നും ഇല്ലാണ്ട് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് മത്സ്യം സംസാരിച്ചു ഇദ്ദേഹത്തിന് മനസ്സിലാവുന്ന ഭാഷയിൽ. തൻ്റെ വരത്തെ എന്നിതിൻ മത്സ്യം ലളിത ഭാഷയിൽ തൻ്റെ വരെ തൻ്റെ തന്നതിനും ഇതിനും ജലജന്തുക്കൾ മുമ്പിൽ നീ വിട്ടുപോകായ ഈ വണ്ണം ഞാൻ ഭീതയാം കരുണാനിധേ. അങ്ങയുടെ കയ്യിലുള്ള എന്നെ ഈ ജലാശയത്തിലേക്ക് ഇടരുത്. കാരണം ഞാൻ ചെറിയ ആളാണ്. എന്നേക്കാൾ വലിയ മത്സ്യങ്ങൾ എന്നെ തിന്നും. അപ്പം എനിക്ക് ജീവഹാനി പറ്റും. ഒരു മത്സ്യം പറയണ വാക്കാണത്. അതാണ് പറഞ്ഞത്, തൻ്റെ തന്നെ ഇതിനും ജലജന്തുക്കൾ മുമ്പിൽ നീ വിട്ടുപോകായിക. ഇതുപോലെ ഈ വണ്ണം ഞാൻ ഭീതയാം കരുണാനിധേ. തന്നെ രക്ഷിക്കുവാൻ മീനായി വന്നൊരീശ്വരനെന്നവൻ, എന്നെ രക്ഷിക്കാൻ വന്ന ഒരു ഈശ്വരനാണ് അങ്ങ് എന്ന് ഈ മത്സ്യം പറയാണ്. തന്നെ രക്ഷിക്കുവാൻ മീനായി വന്നൊരു ഈശ്വരൻ എന്നവൻ അറിയാതെ അതിനെ കാത്തുകൊള്ളാമെന്നുള്ള തീർപ്പോടും ഓ ശരി ഞാൻ എന്നെ സംരക്ഷിക്കാം എന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, ഓ മൈ ഗോഡ്, നമ്മൾ അതിനായോ? ആലോചിക്കണം. നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലുള്ള പല്ലുകൾ കൊഴിയാണ്ടിരിക്കാനോ തല വെളുക്കാതെണ്ടിരിക്കാനോ ചുളി വരാതെണ്ടിരിക്കാനോ കൂടി നോക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. പിന്നെ എന്ത് തേങ്ങാക്കോലയാണ് നമ്മൾ തേങ്ങയുടെ മൂട്. സോറി ഫോർ യൂസിങ് ദിസ് സോർട്ട് ഓഫ് വേർഡ്സ്.
ഞാൻ ഇതിൻ്റെ ആഘാതത മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളോട് അങ്ങനെ പറഞ്ഞു. നമ്മുടെ എന്ന് പറയാൻ നമ്മുടെ എന്തുണ്ട്? നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ആഗ്രഹാഭിലാഷങ്ങൾക്ക് അനുസരിച്ചിട്ടാണോ പ്രവർത്തിക്കുന്നത്? പിന്നെ നമ്മൾ പേരക്കുട്ടികളെയും കുട്ടികളെയും നോക്കി രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? നമ്മളിരിക്കെ തന്നെ നമ്മുടെ കുട്ടികളും പേരക്കുട്ടികളും നമ്മളിൽ നിന്ന് അകറ്റപ്പെടുന്നില്ലേ? അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവായിരിക്കുന്ന ജഗതീശ്വരൻ ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണത്തിൽ അതാത് ജീവികളുടെ ഉള്ളിലിരുന്ന് അതാതുകളെ നിയന്ത്രിക്കാമെന്നല്ലാണ്ട് എനിക്കും നിങ്ങൾക്കും എന്ത് കഴിവുണ്ട് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്, താൻ നേർക്കടുക്കും തന്നേർക്കടുക്കും മീൻ കുഞ്ഞിനെ വെള്ളത്തിൽ നിന്നുടൻ മെല്ലെ കിണ്ടിയിലാക്കി തന്നാശ്രമം പോകിനാൻ മഹാൻ. ശരി, താൻ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ആ കുഞ്ഞു മത്സ്യത്തിനെ തൻ്റെ കിണ്ടിയിലാക്കി തൻ്റെ ആശ്രമത്തിലേക്ക് പോയി. കഥ വളരെ രസമുള്ളതാണ്. തന്നേർക്കടുക്കും ആ മീൻ കുഞ്ഞിനെ വെള്ളത്തിൽ നിന്നുടൻ മെല്ലെ കിണ്ടിയിലാക്കി തന്നാശ്രമം പോകിനാൻ മഹാൻ. പിറ്റേ നാളേക്കത് വളർന്ന് ഓതിനാൽ അതിൽ വാഴുവാനാവില്ല വലുതായി താനെന്നേകണം ദീനവത്സലാം. ഒരു രാത്രി കൊണ്ട് ആ മത്സ്യം വലുതായി. എന്നിട്ട് ഈ സത്യവ്രതൻ എന്നുള്ള ഭൂപാലനോട് പറയാണ്, രാജാവിനോട് പറയാണ്, അല്ല, ഇന്നലെ ഞാൻ കൈക്കുമ്പിളിൽ പെട്ടു, ഞാൻ ദീനത്വത്തോടുകൂടി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു, നദിയിലേക്ക് എറിയരുതേ എന്ന് പറഞ്ഞു. അങ്ങ് കാരുണ്യവാനാണ്, അങ്ങ് എന്നെ കിണ്ടിയിലാക്കി. പക്ഷേ ഞാൻ വളർന്നു, എനിക്ക് കിണ്ടി വലുപ്പമില്ല. ഒരു പാത്രം വലിയ പാത്രത്തിലേക്ക് ആക്കുമെന്നാണ് ചോദിച്ചത്. വലുതാം കുട്ടകത്തിൽ കൊണ്ടുവയ്ക്കേണ്ട താമസം അതും പോരാ കുളത്തിങ്കൽ തന്നെ കൊണ്ടാക്കിനാൻ നൃപൻ. അപ്പോൾ കിണ്ടിയിൽ നിന്ന് വലിയ ഒരു അണ്ടാവോ അല്ലെങ്കിൽ 3 പറ അരി വയ്ക്കണം അല്ലെങ്കിൽ 6 പറ അരി വയ്ക്കണം, അത്രയല്ലേ വലുപ്പം നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വലിയൊരു പാത്രത്തിലാക്കി. ഉടനെ അത് വലുതായി. പറയാണ്, എനിക്ക് ഈ പാത്രം പോരാന്ന്. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? അതിനെ ഒരു വലിയൊരു കുളത്തിലാക്കി. അതാണ് ഈ ദാര് പിടിച്ച പുലിവാല എന്ന് പറഞ്ഞ പോലെ മീനിനെ പിടിച്ചൊരു പുലിവാലാണ് ഉണ്ടായത്. ആ പുലിവാലാണ് അദ്ദേഹത്തിന് ഈശ്വരാരാധനയുടെ മറുകര കാണാനുള്ള അനുഗ്രഹം ഉണ്ടാക്കിയതെന്ന് നമുക്ക് പറയാണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു, വലുതാം കുട്ടകത്തിങ്കൽ കൊണ്ടുവയ്ക്കേണ്ട താമസം അതും പോരാ കുളത്തിങ്കൽ തന്നെ കൊണ്ടാക്കിനാൻ നൃപൻ. ഇതൊന്നും പോരാ വലുതാം കപ്പൽ പോലെ വളർന്നുടൻ. വലിയ നദികളിൽ കപ്പൽ ഓടും, എല്ലാ നദികളിലും ഓടില്ല. തോട്ടിൽ ഓടില്ല, കുളത്തിൽ ഓടില്ല, കടലിലോടും, സമുദ്രത്തിലോടും. അപ്പോൾ ഒരു കപ്പലിനെ പോലെ വലുതായപ്പോൾ ഹി വാസ് ഫോഴ്സ്ഡ് ടു പുട്ട് ഇറ്റ് ഓൺ ആൻ ഓഷൻ, അല്ലേ? സമുദ്രത്തിലിടാൻ പ്രേരിതനായി. അതുകൊണ്ടാണ് ഇതൊന്നും പോരാ വലുതാം കപ്പൽ പോലെ വളർന്നുടൻ ചൊല്ലിനാൾ വെള്ളമെന്നെന്നും വറ്റാത്തൊരു ജലാശയം. വെള്ളം എന്നെന്നും വറ്റാത്തൊരു ജലാശയത്തിലേക്ക് എന്നെ ആക്കിയാൽ തർക്കടില്ല എന്നാണ്. അതാണ് സമുദ്രം, അല്ലേ? കര കാണാത്തതെങ്ങാനും ഉണ്ടെങ്കിൽ എവിടം മതി. കര കാണാത്തുള്ള സ്ഥലം വലുതുണ്ടെങ്കിൽ അത് മതിയെന്ന്. അതാണ് പറഞ്ഞത്. ഉടൻ തന്നെ സമുദ്രത്തിലെത്തിച്ചാൻ മത്സ്യം അപ്പോഴും കൈവിടാ എന്ന് ചൊല്ലിയിടേ. അപ്പോൾ അത്രയും വലിയ രൂപമെടുത്തപ്പോഴും ഈ സത്യവ്രതൻ എന്ന രാജാവിൻ്റെ മഹത്തായ ആശയം ജീവിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അത്രയും വലിയ ആകാരമെടുത്തിട്ടെല്ലാം മത്സ്യം പറഞ്ഞു, എന്നെ കൈവിടരുത്. ആ വാക്കിന് വലിയൊരു അർത്ഥമുണ്ട് ജീവിതത്തിൽ. നമ്മൾ ഈശ്വരനോട് പറയുന്ന ആ വാക്കാണ്, എന്നെ കൈവിടരുത് എന്ന് നമ്മൾ ഈശ്വരനോട് പറയുമ്പോൾ ഈശ്വരൻ വിധിച്ചിട്ടുള്ള ധർമ്മ അധർമ്മങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സഹജീവികളിൽ കാരുണ്യവും അവരുടെ വേദനകളെ ഇല്ലാതാക്കാവുന്ന ഉപദേശക്രമങ്ങളും പറഞ്ഞു കൊടുക്കാനെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കണം.
കാശുകൊണ്ടോ ശരീരം കൊണ്ടോ സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നല്ല വാക്കുകളെ കൊണ്ട് സൗഹാർദ്ദപരമായ രീതിയിൽ അവർക്ക് എന്നെന്നും പ്രീതികരമായി ജീവിക്കാൻ ജീവിതാഭിലാഷങ്ങൾ നടന്നിട്ടില്ലെങ്കിലും ഓരോ ദിവസം കഴിയുമ്പോഴും ദർ വിൽ ബി എ സിൽവർ ലൈൻ ഇൻ ദി ഹൊറിസോൺ എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നൊക്കെ ഇവിടെ പറയണം. കൈവിടായെന്നു ചൊല്ലിയുടെ നൃപേന്ദ്രൻ തൊഴുതോതിനാൻ മോഹിപ്പിക്കായ നീയും ഈ വിധം തൃപ്പാദദാസനെ. അത് വന്നപ്പോൾ ഇത്രത്തോളം ആ മത്സ്യം പറഞ്ഞപ്പോൾ രാജാവ് ഒരു തുരുപ്പിച്ചിട്ടിട്ടു. എന്താ അത്? നൃപേന്ദ്രൻ തൊഴുതോതിനാൻ മോഹിപ്പിക്കായ ഇനിയും ഈ വിധം തൃപ്പാദദാസനെ. ഞാൻ ഭഗവാന്റെ ദാസനാണ്, അതുകൊണ്ട് ഭഗവാനെ എന്നെ മോഹിപ്പിക്കരുത്. മർമ്മത്ത് കൊണ്ടുവത് ഞാൻ അവിടെ, ഇതിപ്പോൾ ശ്ലോകം 23 ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റഫർ ശ്ലോകം 17 എന്താ പറഞ്ഞിട്ടുള്ളത്? തന്നെ രക്ഷിക്കുവാൻ മീനായി വന്നൊരീശ്വരനെന്നവൻ അറിയാതെ അതിനെ കാത്തു. എനിക്ക് ഇപ്പോഴേ അർത്ഥം മനസ്സിലായുള്ളൂ. സോറി, ഞാൻ എന്തോ പറഞ്ഞു, പക്ഷെ എനിക്ക് അർത്ഥം ഞാൻ ശരിക്കും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐ എം വെരി സോറി. എനിക്ക് എന്തോ ഈശ്വരൻ തോന്നിച്ചു. അത് ഞാൻ ഇതിനൊക്കെ ഒന്നും വേണ്ടിയിട്ടല്ല ഞാൻ റഫറിന് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതാണ് എൻ്റെ തെറ്റുകളെ തിരുത്താൻ എൻ്റെ കർമ്മം ഉപകരിച്ചു. അതെന്താ? എനിക്കിപ്പോഴാണ് ആ ശ്ലോകം ശരിക്കും ഉൾക്കൊള്ളാൻ സാധിച്ചത്. 17 പറയണത് തന്നെ രക്ഷിക്കുവാൻ മീനായി വന്നൊരീശ്വരൻ എന്നവൻ. ഇത് മീനല്ല, ഇത് ഈശ്വരനാണ് എന്ന് സത്യവ്രതൻ എന്നുള്ള രാജാവ് മനസ്സിലാക്കിയെന്നാണ് പറഞ്ഞത്. തന്നെ രക്ഷിക്കുവാൻ മീനായി വന്നൊരീശ്വരൻ എന്നവൻ അറിയാതെ അതിനെ. ആ സത്യം അറിയാതെ കൊണ്ടാണ് മീനിനെ കിണ്ടിയിലാക്കിയത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് കൈവിടായെന്ന് ചൊല്ലിയുടെ. ആരെ കൈവിടരുത് എന്നാണ് ചോദ്യം. അങ്ങ് എന്നെ കൈവിടരുത് എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് എന്നാണ് സത്യവ്രതൻ പറഞ്ഞത്. അപ്പം മീന് പറയാണ് എന്നെ കൈവിടരുത്. ഇത് പരസ്പര പൂരകമാണ്. ഭഗവാൻ ഭക്തന്മാരോട് എന്താ പറയുക? ഞാൻ സ്വതന്ത്രനല്ല, ഞാൻ പരതന്ത്രനാണ് എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ ആഗ്രഹാഭിലാഷങ്ങൾ നടത്തി കൊടുക്കാനാണ് ഞാൻ. ശ്രദ്ധിക്കണം. അപ്പോൾ ഭഗവാന് പറയാം എന്നെ കൈവിടരുത്. ആർക്കാ നഷ്ടം? ആരാ കൈവിട്ടത്? അവർക്കാണ് നഷ്ടം. ഭക്തന്മാർ ഭഗവാനെ കൈവിട്ടാൽ ഭഗവാന് നഷ്ടമില്ല, ഭക്തന്മാർക്ക് തന്നെയാണ് നഷ്ടം. അതാണ് പറഞ്ഞത് കൈവിടായെന്ന് ചൊല്ലിയുടെ നൃപേന്ദ്രൻ തൊഴുതോതിനാൻ മോഹിപ്പിക്കാക ഇനിയും ഈ വിധം തൃപ്പാദദാസൻ. എനിക്കും ഭഗവാനോട് ഇത് മാത്രമേ പറയുള്ളൂ. മോഹിപ്പിക്കരുതേ, മോഹിപ്പിക്കരുതേ, കാത്തുരക്ഷിക്കണേ, കാത്തുരക്ഷിക്കണേ. അത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു. നമസ്കാരം. നാളെ കാണാം.